മമ്മൂക്ക ഉള്ളത് കൊണ്ടാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ശരിക്കും ജയറാമാണ് ഇതിൻ്റെ അകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ തീർക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പാടില്ല. നല്ല റിവ്യൂസ് ആയിരുന്നു, അങ്ങനെ വന്ന് കണ്ടതാണ്. അങ്ങനെയൊന്നുമില്ല. രണ്ട് ജയറാമിൻ്റെ പടവും കാണാറുണ്ട്, മമ്മൂട്ടിയുടെയും കാണാറുണ്ട്. തകർച്ചയൊന്നുമില്ല, കൊള്ളാം. പുള്ളിയുടെ പടമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതായിരുന്നു. നല്ല കൊള്ളാം, നല്ല പടം തന്നെ. നല്ല മൂവിയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല മൂവിയാണ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല. മൂവീസ് നല്ലതാണ്, നല്ല അഭിപ്രായമായിരുന്നു. നല്ല റിവ്യൂസ് ആയിരുന്നു, അങ്ങനെ വന്ന് കണ്ടതാണ്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ പറയുക, ക്രൈം ത്രില്ലർ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ത്രില്ലർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഇപ്പം ഒരു ക്ലൈമാക്സിൽ എത്തിയിട്ടില്ല, ബിക്കോസ് ഇനി അടുത്ത ഒരു സെക്കൻഡ് ഹാഫും കൂടി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ല, സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതായത് മമ്മൂക്ക ഉള്ളത് കൊണ്ടാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ശരിക്കും ജയറാമാണ് ഇതിൻ്റെ അകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് വരുമ്പോഴാണ് മമ്മൂട്ടി ഇടയ്ക്ക് വരുന്നത്. പക്ഷേ ലീഡിങ് റോൾ എപ്പോഴും ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് ജയറാം തന്നെയാണ്. ജയറാമിൻ്റെ രണ്ടാമത്തെ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിലേക്ക് നമുക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല റോളുകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനത്തെ ഡിറ്റക്റ്റീവ് റോൾസ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ല, ഒരുവിധം അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്പോസ് ആയില്ല എങ്കിൽ പോലും കൊടുത്ത റോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ തീർക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പാടില്ല. മറിച്ച് നമുക്ക് ഇങ്ങനെ ആവാതിരിക്കാം. മീൻസ് നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ പരസ്പരം ബഹളമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ആവാതിരിക്കാം എന്നൊരു മെസ്സേജ് അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.